ഈസി സംസ്കൃത് ലേണിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ സംസ്കൃതം എക്സാമിനോടനുബന്ധിച്ച് ഒരു റിവിഷനാണ് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഒന്നാമത്തെ പ്രവർത്തനമാണ്. ഇവിടെ ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്. അവയ്ക്ക് താഴെ അവയുടെ സൗണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എഴുതിയിട്ടുള്ളത്. നദി എന്നതിൻ്റെ താഴെ, അതായത് ഒരു നദി ഒഴുകുന്നതിൻ്റെ ചിത്രം നൽകിയിട്ടുണ്ട്. അതിൻ്റെ താഴെ നദീതാളം എന്ന് എഴുതിയിട്ടുണ്ട്. അടുത്തത് സാഗരതാളം. മൂന്നാമത്തേത് കാറ്റാണ്, മാരുതതാളം. നാലാമത്തേത് ഹൃദയതാളം എന്നിങ്ങനെയാണ് നൽകിയിട്ടുള്ളത്. അടുത്തത് ഉച്ചൈഹി വാചേതു, ഉറക്കെ വായിക്കുവാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ തന്നിട്ടുള്ള ചിത്രങ്ങൾ എല്ലാവർക്കും കാണുന്നുണ്ടല്ലോ. ആദ്യം തന്നിട്ടുള്ള ചിത്രം എന്തിൻ്റേതാണ്? ചെണ്ടയാണല്ലേ. ചെണ്ടയ്ക്ക് ഡിണ്ടിമഹ എന്നാണ് പറയുക. രണ്ടാമത്തേത് കാംസ്യതാളഹ. മൂന്നാമത്തേത് മർദ്ദലഹ. 4 ഢോളഹ. കാംസ്യതാളഹ എന്നാൽ ഇലത്താളം. അടുത്തത് മർദ്ദലഹ എന്നാൽ മദ്ദളം. ഢോളഹ എന്ന് പറഞ്ഞാൽ ചെണ്ട പോലെയുള്ള ഒരു തരം ഡ്രമ്മ്. പ്രവർത്തനം ഉദാഹരണാനുസാരം യഥോചിതം യോജയിതു. ഡിണ്ടിമഹ, മർദ്ദലഹ, ഢോലഹ, കാംസ്യതാളഹ എന്നിവ ഉചിതമായ സൗണ്ട് എന്നതിലേക്ക് യോജിപ്പിക്കുക. ഡിണ്ടിമഹ എന്നതിനെ ഡിം 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 എന്നതിലേക്ക്, മർദ്ദലഹ ദം ദം ദം, ഢോലഹ ഭം ഭം ഭം, കാംസ്യതാളഹ ഛിം 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 എന്നിങ്ങനെയാണ് ഉത്തരങ്ങൾ വരുന്നത്. അടുത്ത പ്രവർത്തനമാണ്. ഇവിടെ കുറച്ച് കുട്ടികളുടെ ചിത്രം എല്ലാവർക്കും കാണുന്നുണ്ടല്ലോ. ബാലാഹ കിം കിം കുർവന്തി വദതു. ഇവിടെ കുട്ടികൾ എന്തെല്ലാമാണ് ചെയ്യുന്നത്? ആയാന്തി. ആയാന്തി എന്ന് പറഞ്ഞാൽ വരുന്നു. ആദ്യത്തെ ചിത്രത്തിൽ ആയാന്തി എന്നാണ് എഴുതിയിട്ടുള്ളത്. ആയാന്തി എന്നതിൻ്റെ അർത്ഥം വരുന്നു. രണ്ടാമത്തേത് ശൃണ്വന്തി. ശൃണ്വന്തി എന്നാൽ കേൾക്കുന്നു. 3 ക്രീഡന്തി കളിക്കുന്നു. 4 നൃത്യന്തി നൃത്തം ചെയ്യുന്നു. എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് പറയുവാനായിരുന്നു നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ എല്ലാവർക്കും ഈ പ്രവർത്തനം എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി അടുത്തത് ബിന്ദൂൻ യോജയിത്വ വാക്യാനി ലിഖതു. ഇവിടെ കുത്തുകളിലൂടെ വാക്കുകൾ നൽകിയിട്ടുണ്ട്. നമ്മൾ എന്താണ് ചെയ്യുക? ഈ കുത്തുകളിലൂടെ യോജിപ്പിച്ച് അക്ഷരത്തിനെ പൂർത്തിയാക്കുക. കുത്തുകളിലൂടെ എഴുതിയിട്ടുള്ള വാക്കുകളാണ് ബാലാഹ ആയാന്തി, ബാലാഹ ശൃണ്വന്തി, ബാലാഹ ക്രീഡന്തി, ബാലാഹ നൃത്യന്തി. ഈ വാക്കുകളെല്ലാം കുത്തുകളിലൂടെ യോജിപ്പിക്കുക. ബാലാഹ ആയാന്തി എന്നാൽ കുട്ടികൾ വരുന്നു. ബാലാഹ ശൃണ്വന്തി കുട്ടികൾ കേൾക്കുന്നു. ബാലാഹ ക്രീഡന്തി കുട്ടികൾ കളിക്കുന്നു. ബാലാഹ നൃത്യന്തി എന്നാൽ കുട്ടികൾ നൃത്തം ചെയ്യുന്നു. അടുത്ത പ്രവർത്തനം ബിന്ദൂൻ യോജയിത്വ പദം പൂരയതു. അക്ഷരം വർണ്ണേന ലേപയതു. ഇവിടെ ട എന്ന അക്ഷരമാണ് ബോക്സിനുള്ളിൽ നൽകിയിട്ടുള്ളത്. ഈ ബോക്സിനുള്ളിലെ ട എന്ന അക്ഷരത്തിനെ നിറം നൽകുക. അതേപോലെ തന്നെ ഇവിടെ തന്നിരിക്കുന്ന വാക്കുകൾ ക്രീഡതി, ഡിണ്ടിമഹ എന്നീ വാക്കുകളാണ്. അതിൽ ട എന്ന അക്ഷരം കുത്തുകളിലൂടെയാണ് തന്നിട്ടുള്ളത്. നമ്മൾ എന്ത് ചെയ്യണം? കുത്തുകളിലൂടെ യോജിപ്പിച്ച അക്ഷരത്തിനെ മുഴുവനാക്കുക. അതേപോലെ ട ഇതി അക്ഷരം ലിഖതു. ഇവിടെ ട എന്ന അക്ഷരം എഴുതുവാൻ വേണ്ടിയിട്ട് സ്പേസ് തന്നിട്ടുണ്ട്. അവിടെ എല്ലാവരും എന്ത് ചെയ്യുക? ട എന്ന അക്ഷരം എഴുതി പൂരിപ്പിക്കുക. അടുത്ത പ്രവർത്തനം വളരെ എളുപ്പവും എല്ലാവർക്കും വളരെ ഇഷ്ടവുമുള്ള പ്രവർത്തനമാണല്ലേ. ചിത്രം ഉചിതേഹി വർണ്ണേഹി ലേപയതു. ഇവിടെ തന്നിരിക്കുന്ന ഈ ചിത്രത്തിന് മനോഹരമായി നിറം നൽകുക. ഒരു സ്കൂളിൻ്റെ ചിത്രമാണല്ലേ. അപ്പോൾ എന്താ ചെയ്യുക? ഈ കുട്ടികൾക്ക് മരങ്ങൾ, മേഘത്തിനും ഇതേപോലെ സ്കൂളിനൊക്കെ കൃത്യമായ മനോഹരമായ നിറങ്ങൾ നൽകി ഭംഗിയാക്കുക. അടുത്ത പ്രവർത്തനം സ്ഫോരകപത്രാണി പശ്യതു പഠതു. ഇവിടെ
സ്ഫോരകപത്രം എന്ന് പറഞ്ഞാൽ പ്ലക്കാർഡുകൾ കാണൂ, അത് വായിക്കൂ, പഠിക്കൂ എന്നൊക്കെയാണ് പറയുന്നത്. ഈ പ്ലക്കാർഡുകളിൽ എന്തൊക്കെയാണ് എഴുതിയിട്ടുള്ളത്? വദതു സംസ്കൃതം, സംസ്കൃതം പറയൂ. അടുത്ത പ്ലക്കാർഡിൽ പഠതു സംസ്കൃതം, സംസ്കൃതം പഠിക്കൂ. അടുത്തത് ലിഖതു സംസ്കൃതം, സംസ്കൃതം എഴുതൂ എന്നാണ് പറയുന്നത്. ഇതേപോലെ തന്നെ ചെയ്യാനുള്ള പ്രവർത്തനം എന്താണ്? സ്ഫോരകപത്രാണി പൂരയന്തോ. ഇവിടെ നൽകിയിട്ടുള്ള പ്ലക്കാർഡുകളിലുള്ള വാക്കുകൾ കുത്തുകളിലൂടെ യോജിപ്പിക്കുക. കുത്തുകളിലൂടെ യോജിപ്പിക്കാനുള്ള വാക്കുകൾ നമ്മളിപ്പോൾ വായിച്ച അതേ വാക്കുകൾ തന്നെയാണ്. വദതു സംസ്കൃതം, പഠതു സംസ്കൃതം, ലിഖതു സംസ്കൃതം. വാക്കുകൾ കുത്തുകളിലൂടെ യോജിപ്പിക്കുക. അടുത്തത് ചിത്രാണി ദൃഷ്ട്വാ ഉത്സവാനാം നാമാനി യഥോചിതം യോജയതോ. ഇവിടെ കുറച്ച് ഉത്സവങ്ങളുടെ ചിത്രങ്ങളും അവയുടെ പേരുകളും നൽകിയിട്ടുണ്ട്. നമ്മൾ ശരിയായവയിലേക്ക് യോജിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. ഓപ്ഷൻസ് ആയിട്ട് എഴുതിയിട്ടുള്ളത് ഈദ്, ഓണം, ഹോളി, ക്രിസ്തുമസ് എന്നിവയാണ്. അപ്പോൾ ഇനി നമുക്ക് ശരിയായതിലേക്ക് യോജിപ്പിക്കാം. ആദ്യത്തെ ചിത്രം ഓണം ആയതിനാൽ ഓണം എന്നതിലേക്കാണ് നമ്മൾ യോജിപ്പിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ ചിത്രം ഈദ് എന്നതിലേക്ക് യോജിപ്പിക്കുക. അടുത്തത് മൂന്നാമത്തെ ചിത്രം ക്രിസ്തുമസ് എന്നതിലേക്കാണ് യോജിപ്പിക്കേണ്ടത്. ലാസ്റ്റത്തെ ചിത്രം ഹോളി എന്നതിലേക്കും യോജിപ്പിക്കുക. അടുത്ത പ്രവർത്തനം നേരത്തെ പറഞ്ഞതുപോലെ നിറം കൊടുക്കുക എന്ന പ്രവർത്തനം തന്നെയാണ്. ചിത്രേ കാനി കാനി സന്ധി വദതോ. ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് എന്തെല്ലാം കാണുന്നുണ്ട് അവയെല്ലാം പറയൂ എന്നാണ് പറയുന്നത്. അതുപോലെ ഈ ചിത്രത്തിന് നിറവും നൽകാവുന്നതാണ്. അപ്പോൾ എല്ലാവരും പറഞ്ഞ് ഈ ചിത്രത്തിൽ എന്തെല്ലാമാണ് കാണുന്നത്? പൂക്കളുണ്ട്, ധാരാളം ആളുകളുണ്ട്, തോണിയുണ്ട്, അതുപോലെ മറ്റെന്തെല്ലാം ചിത്രങ്ങളാണ് കാണുന്നത്? എല്ലാവരും പറയൂ. പക്ഷികൾ പറക്കുന്നുണ്ട്, വീടുകളുണ്ട്, തെങ്ങ്, മരങ്ങൾ, അങ്ങനെ ധാരാളം കാഴ്ചകൾ ഈ ചിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അല്ലേ? ഇനി അടുത്തത് വിവിധ യാനാനാം ചിത്രാണി ദൃഷ്ട്വാ നാമാനി വദതി. ഇവിടെ കുറേ വാഹനങ്ങളുടെ ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്. എന്തൊക്കെ വാഹനങ്ങളാണ്? നൗക, മഹാനൗക, ലോകയാനം, വിമാനം, റെയിൽ യാനം. നൗക എന്നാണ് ആദ്യത്തെ ചിത്രത്തിൽ തന്നിട്ടുള്ളത്. നൗക എന്നാൽ തോണി. രണ്ടാമത്തേതാണ് മഹാനൗക. മഹാനൗക എന്നാൽ കപ്പൽ. അടുത്തത് ലോകയാനം. ലോകയാനം എന്നാൽ ബസ്. അത് കഴിഞ്ഞാൽ വിമാനം. ലാസ്റ്റത്തെ റെയിൽ യാനം. റെയിൽ യാനം എന്നാൽ ട്രെയിൻ.